പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ വോട്ടർ പട്ടിക, പോളിംഗ് സ്റ്റേഷനുകൾ, ഉദ്യോഗസ്ഥരുടെ വിന്യാസം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ പൂർത്തിയായിട്ടുണ്ട്. ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 36,32,210 ആണ്. ഇതിൽ 18,19,198 പുരുഷന്മാരും 18,12,974 സ്ത്രീകളും 38 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. 29,796 പേർ ഭിന്നശേഷി വോട്ടർമാരും 41,962 പേർ പ്രവാസി വോട്ടർമാരുമാണ്. 1,11,463 യുവ വോട്ടർമാരും 1,831 സർവീസ് വോട്ടർമാരും ജില്ലയിലുണ്ട്. ജില്ലയിലാകെ 3,682 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. 80 വനിതാ സൗഹൃദ ബൂത്തുകളും 48 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. 3 ബൂത്തുകൾ ഭിന്നശേഷിക്കാരാണ് നിയന്ത്രിക്കുക. 15 ഇടങ്ങളിലായി 43 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5,172 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും 10,344 പോളിംഗ് ഓഫീസർമാരുമടക്കം 20,688 പോളിംഗ് ഉദ്യോഗസ്ഥരെ ആദ്യഘട്ട റാൻഡമൈസേഷൻ കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുത്തു. 29-നാണ് രണ്ടാംഘട്ട റാൻഡമൈസേഷൻ. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ഒന്നാംഘട്ട പരിശീലനം മാർച്ച് 24 മുതൽ 28 വരെ നടക്കും. ഗ്രൂപ്പ് പരിശീലനം മാർച്ച് 31-ന് നിശ്ചയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ തടയാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ മണ്ഡലത്തിലും 9 വീതം ആകെ 144 ഫ്ലൈയിംഗ് സ്ക്വാഡുകളും 144 സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. 32 ആന്റി ഡിഫേഴ്സ്മെന്റ് സ്ക്വാഡുകളും ജില്ലയിലുണ്ട്. ഇതുകൂടാതെ 6 പൊതു നിരീക്ഷകരും 4 ചെലവ് നിരീക്ഷകരും 1 പോലീസ് നിരീക്ഷകനും ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സുരക്ഷയ്ക്കായി BSFന്റെ 2 കമ്പനികൾ നിലവിൽ ജില്ലയിലുണ്ട്. 7 കമ്പനികൾ കൂടി ഉടനെത്തും. 4,603 വീതം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും വോട്ടെടുപ്പിനായി സജ്ജമാണ്. ഇവയുടെ പ്രാഥമിക പരിശോധന പൂർത്തിയായി. 4,971 VVPATകളും തയ്യാറായിട്ടുണ്ട്. 13 ഇടങ്ങളിലായി 16 വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും 7 ഇടങ്ങളിലായി 16 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ ലഭിച്ചത് 216 നാമനിർദ്ദേശ പത്രികകളാണ്. ഇതിൽ 137 എണ്ണം സാധുവാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.